Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. ഞാൻ ഇന്ന് വന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ, അവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല കാരണം അവർക്ക് വിഷമമുള്ള കാര്യമാണ്. അവരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ മോണിറ്റൈസേഷൻ ക്യാൻസൽ ആയി. വളരെ വിഷമമുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ ട്രൈ ചെയ്തു, കാരണം ഞാനത് അപ്പീലിൽ കൊടുത്തു. അതിന്റെ കാരണം ഇതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മാക്സിമം പേർക്ക് വീഡിയോ ഇൻസ്റ്റാ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അതായത് എന്റെ ഒരു സുഹൃത്തിന് ഈ കഴിഞ്ഞ ദിവസം ആൾക്ക് ഒരു കൊളാബ് വീഡിയോ വന്നു. ആള് വർക്ക് ചെയ്യുന്ന ഓഫീസത്തെ ഒരു ഫംഗ്ഷന്റെ കൊളാബ് വീഡിയോ വന്നു. ആ കൊളാബ് ആൾ എന്ത് ചെയ്തു? ആക്സെപ്റ്റ് ചെയ്തു. ആളുടെ ചാനല് ഇൻസ്റ്റാ പേജ് മോണിറ്റൈസ്ഡ് ആയിരുന്നു. അപ്പൊ മോണിറ്റൈസ് ചെയ്ത ആ മോണിറ്റൈസേഷൻ അവിടെ കട്ടായി പോയി. ആ വീഡിയോ കൊളാബ് ആക്സെപ്റ്റ് ചെയ്തപ്പോ എന്താണ് എല്ലാ കാരണം? ഇൻസ്റ്റയിൽ ഇപ്പൊ വളരെ സ്ട്രിക്റ്റ് ആണ് കോപ്പിറൈറ്റ് പോളിസീസ്. ഇവര് ഇൻസ്റ്റാ ലൈബ്രറിയിൽ നിന്ന് എടുക്കാതെ അതിന്റെ വീഡിയോ എഡിറ്റർ ഒരു മ്യൂസിക് ആളുടെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്തു. പെർഫെക്റ്റ് ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ്, പിന്നെ വേറെ ഒന്ന് രണ്ട് സോങ് കൂടെ ആ വീഡിയോയിൽ ആഡ് ചെയ്തിട്ട് വീഡിയോ ഇട്ടു. കൊളാബ് ആക്സെപ്റ്റ് ചെയ്ത ആൾക്കും ബാക്കി എല്ലാവർക്കും ഇഷ്യൂ വന്നു. ഈ കൊളാബ് ആക്സെപ്റ്റ് ചെയ്ത് മോണിറ്റൈസ് ചെയ്ത ചാനലിന്റെ ആ വീഡിയോ അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാം അപ്ലോഡ് ചെയ്തപ്പോൾ ടേക്ക് ഡൗൺ ചെയ്തു. ആ മെസ്സേജും വന്നു, വാർണിംഗ് മെസ്സേജും വന്നു. പിന്നെ അടുത്തുണ്ടായ സീൻ എന്താന്ന് വെച്ചാൽ, ഈ മോണിറ്റൈസ്ഡ് ആയ എന്റെ സുഹൃത്തിന്റെ ചാനലിലെ മോണിറ്റൈസേഷൻ അവിടെ ക്യാൻസൽ ആയി. നമുക്ക് ഷാഡോ ബാൻ ചെക്ക് ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെ അക്കൗണ്ട് സ്റ്റാറ്റസ് നോക്കുമ്പോൾ മോണിറ്റൈസേഷൻ ഓറഞ്ച് ലൈറ്റ്, റെഡ് അല്ല, അത് വാർണിംഗ് ആണ്, 75 days ബാൻ. അപ്പം അപ്പീല് കൊടുക്കാണ്ടായിരുന്നു. ഞാൻ അതിന്റെ അപ്പീല് ചെയ്തു കൊടുത്തു. അപ്പീല് ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ മെസ്സേജ് വന്നു, 75 days കഴിഞ്ഞാൽ വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആരെങ്കിലും ടാഗോ കൊളാബോ ചെയ്യുമ്പോൾ ആ കണ്ടന്റ് ശരിക്കും റിവ്യൂ ചെയ്യുക. അത് ഇൻസ്റ്റന്റ് ലൈബ്രറി എന്നുള്ള സോങ് അല്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെയാണെച്ചാൽ കൊളാബോ അതേപോലെ ടാഗിങ്ങോ ഒന്നും ആക്സെപ്റ്റ് ചെയ്യരുത്. ഇത് വളരെ സീരിയസ് ആണ്. ഇൻസ്റ്റ ഇപ്പൊ യൂട്യൂബിനേക്കാളും ഒരു പടി പേരെയാണ് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസിന് മെറ്റ. അതുകൊണ്ട് കോപ്പിറൈറ്റഡ് കണ്ടന്റും അതേപോലെ ബാക്കി കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. പോയി കഴിഞ്ഞാൽ 75 ദിവസം, മാസം ഏകദേശം അവർക്ക് ഒരു 2500 3000 ഏർണിങ്സ് ഉണ്ടായിരുന്നതായിരുന്നു. കാരണം $25 ആകുമ്പോൾ പേ ഔട്ട് എടുക്കാമല്ലോ ഇൻസ്റ്റയില്. അത് കട്ടായി 75 daysലേക്ക്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് ചെയ്യണത്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.